ഹായ്, അഡ്വക്കേറ്റ് അഖിൽ സുശീന്ദ്രൻ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. ഇത് എനിക്കൊരു സ്കൂൾ അധ്യാപകൻ ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. സാറേ, നിങ്ങൾ വക്കീലന്മാർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ സാധാരണക്കാരിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? സത്യം പറഞ്ഞ ഭയം തോന്നുന്നു എന്നാ പറഞ്ഞു. സത്യത്തിൽ ഈ അഭിഭാഷകനെയോ ഈ പോലീസ് ഉദ്യോഗസ്ഥനെയോ ക്രോസ് വിസ്താരം നടത്താനോ അവരുടെ തെറ്റുകുറ്റങ്ങൾ അവലോകനം ചെയ്യാനോ ഞാനാളല്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുന്നതായ ഒരു വ്യക്തിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നിയമമുണ്ടോ? അവർ പറയുന്ന എന്തും കേട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ബാധ്യത കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്കുണ്ടോ? അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കണ്ടു നോക്ക്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പാലിക്കാൻ കൃത്യമായ ഒരു നിയമം ഉണ്ടാവും. എങ്കിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതായ നിയമം ഇതാണ്. കേരള പോലീസ് ആക്ട് 2011. ഈ ആക്ടിൽ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുന്നതായ ഒരു വ്യക്തിക്ക് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ട് എന്നും ആ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് അക്കമിട്ട് പറയുന്നു. ഒരു ജോലിയിൽ പ്രവേശിച്ച് ആ ജോലിയുടെ ശമ്പളം കൈപ്പറ്റുന്നുവെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പാലിക്കേണ്ടതായ മര്യാദകളും ഉത്തരവാദിത്തങ്ങളും താൻ പാലിച്ചു കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞു ഓത്തു ചൊല്ലിയല്ലേ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യനിർവഹണത്തിൽ പ്രവേശിച്ചത്? ശരിയല്ലേ? നോക്കൂ, സെക്ഷൻ 27 ഓഫ് കേരള പോലീസ് ആക്ട്. ഇതിൽ വ്യക്തമായി പറയുന്നു, കേരള പോലീസ് ആക്ടിൽ പറയുന്നതായ ഉത്തരവാദിത്തങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ നിറവേറ്റിയിട്ടുണ്ടാകണമെന്ന്. എങ്കിൽ കേരള പോലീസ് ആക്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ എന്താ എന്ന് അറിയണ്ടേ? പരിശോധിക്കാം. സെക്ഷൻ 3 ഓഫ് കേരള പോലീസ് ആക്ട്. നോക്കൂ, ഓരോ വ്യക്തിക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഈ ഫ്രീഡം, ഈ റൈറ്റ്സ് അത് കൃത്യമായി നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള പീസ്ഫുൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരിക എന്നതാണ് പോലീസിന്റെ ഉത്തരവാദിത്തം. നമ്മൾ ഏതെങ്കിലും ഒരു പൊതു ഇടത്തിൽ ചെല്ലുമ്പോൾ പോലീസുകാർ നമുക്ക് ഒരുക്കി തരേണ്ട കാര്യം എന്താ? അവർ എനിക്കുള്ളതായ റൈറ്റ്സും ഫ്രീഡവും എനിക്ക് പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് തരികയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം. തന്നെയോ? അത് നടക്കുന്നുണ്ടോ? എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടെന്നതാ ഇവിടെ നോക്കാം. സെക്ഷൻ 4O ഓഫ് കേരള പോലീസ് ആക്ട്. ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും സ്റ്റാൻഡേർഡ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, അച്ചടക്കം പാലിക്കണമെന്ന് കൃത്യമായി സെക്ഷൻ 4O ഓഫ് കേരള പോലീസ് ആക്ട് പറയുന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുമ്പോൾ മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, സെക്ഷൻ 4O പ്രകാരം നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ പാലിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? ഇനി സെക്ഷൻ 8(1) ഓഫ് കേരള പോലീസ് ആക്ട് എന്താ പറയുന്നത്? ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതൊരു വ്യക്തിക്കും കടന്നു ചെന്നാൽ പോലീസിന്റെ സേവനം ലഭിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ടെന്നാ പറയുന്നത്. അല്ലാതെ ഒരുവൻ കയറി ചെല്ലുമ്പോൾ അങ്ങോട്ട് പറയില്ല എന്നല്ല ആക്രോശിക്കേണ്ടത്. അയാൾക്ക് അവിടെ നിന്നും സേവനം ലഭിക്കാനുള്ള അവകാശം ഉണ്ടെന്നേ. അടുത്ത സെക്ഷൻ 29 ഓഫ് കേരള പോലീസ് ആക്ട്. ബിഹേവിയർ ഓഫ് പോലീസ് ഓഫീസർ. 3 അക്ഷരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടത്. CPC. Courtesy, Propriety, Compassion. Courtesy എന്ന് പറയുന്നത് മര്യാദ, പ്രൊപ്രൈറ്റി എന്ന് പറയുന്നത് ഔചിത്യം, കമ്പാഷൻ എന്ന് പറയുന്നത് അനുകമ്പ. എന്തെങ്കിലും വേറെ മാർഗം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോവോ? അവിടെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യത്തല്ലേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുന്നവൻ നീതി ആഗ്രഹിച്ചുകൊണ്ടാ ചെല്ലുന്നത്. അവന്റെ മുമ്പാകെ ആക്രോശിച്ച് ചെല്ലുകയാണോ വേണ്ടുന്നത്? അല്ല. കൃത്യമായി സെക്ഷൻ 29 സബ്സെക്ഷൻ 1 പറയുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കർട്ടസി, മര്യാദ, പ്രൊപ്രൈറ്റി, ഔചിത്യം, കമ്പാഷൻ, അനുകമ്പയോടുകൂടി വേണം പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുന്ന ഒരു പബ്ലിക്കിനോട് പെരുമാറാനെന്ന്. അതിനോടൊപ്പം തന്നെ ഈ സെക്ഷനിൽ വ്യക്തമായി പറയുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീസന്റും പൊളൈറ്റുമായ ലാംഗ്വേജ് ആണ് ഒരു വ്യക്തിയോട് ഉപയോഗിക്കേണ്ടതെന്ന്. ഈ കണ്ട വീഡിയോയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡീസന്റും പൊളൈറ്റുമായ
പദപ്രയോഗങ്ങളാണോ? നോക്കൂ, ഇതൊന്നും ഔദാര്യമല്ല ആരുടെയും. കൃത്യമായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ പാലിച്ചു കൊള്ളാം എന്ന് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഒരുവനോട് ഡീസന്റായും പൊളൈറ്റായും സംസാരിച്ചു കൊള്ളാമെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ഓത്ത് ചൊല്ലിയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് നല്ല വാക്കുകൾ ലഭിക്കുക എന്നല്ല. ഇതേപോലെ സെക്ഷൻ 29 സബ്സെക്ഷൻ 4 വ്യക്തമായി പറയുന്നു, ഇനി അഥവാ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പോലും അയാൾ പരിധി വിട്ട് പെരുമാറാൻ പാടില്ല. നോക്കൂ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ട്രെയിനിങ് ലഭിച്ചു വന്ന് ഇരിക്കുന്ന ഒരാളാ. ദിവസക്കൂലിക്ക് പോയി പട്ടിണിയും പ്രാരാബ്ദവുമായി ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ ചിലപ്പോ അവ ഒന്ന് ദേഷ്യപ്പെട്ടെന്നിരിക്കും, അവ അലറി കരഞ്ഞെന്നിരിക്കും. ആ സമയത്ത് പ്രകോപനമുണ്ടായി എന്നുള്ള രീതിയിൽ ആക്രോശിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ലെന്നേ എന്നാ നിയമം പറയുന്നേ. ഇന്നലെ ആ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യം എന്താ? സെക്ഷൻ 85 ഓഫ് കേരള പോലീസ് ആക്ടിന്റെ കൃത്യമായ ലംഘനമല്ലേ? ഒരു ജുഡീഷ്യൽ ഓഫീസറുടെയോ ഒരു മജിസ്ട്രേറ്റിന്റെയോ ഓർഡർ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ കൊണ്ടു ചെന്നാൽ കൃത്യമായി അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പെർമിഷൻ വാങ്ങിയിട്ട് വേണം അത് നിരാകരിക്കാൻ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കേസുണ്ടോ? ആ വീഡിയോയിൽ കാണുന്നത് കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ ഒരു ഉത്തരവ് കൊണ്ടുവന്ന ഒരു അഭിഭാഷകന് നേരെയല്ല ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നേ. ഇത്തരത്തിൽ കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും ലംഘനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയാൽ അദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്ക് നടപടിക്രമങ്ങൾ എടുക്കാം. ഉദാഹരണത്തിന് കോൺസ്റ്റബിളോ ഹെഡ് കോൺസ്റ്റബിളോ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളുടെ ലംഘനം വരുത്തിയാൽ സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അവർക്കെതിരെ പരാതി നൽകേണ്ടത്. അതേസമയം ഒരു സബ് ഇൻസ്പെക്ടറോ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ കേരള പോലീസ് ആക്ടിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പബ്ലിക്കിനോട് പെരുമാറേണ്ടതെന്ന് പറഞ്ഞിരിക്കവേ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് ഡിവൈഎസ്പിക്കോ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിലാണ്. അതേസമയം സർക്കിൾ ഇൻസ്പെക്ടർക്ക് മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കേരള പോലീസ് ആക്ടിന്റെ ലംഘനം നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുക. ഇവിടെ നിയമമുണ്ടെന്നേ, ഇവിടെ കൃത്യമായ എഴുതി വെക്കപ്പെട്ടതായ ഒരു മോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെന്നേ. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്നേരത്തെ മനോഭാവത്തിൽ അല്ല ഒരു പബ്ലിക്കിനോട് സംസാരിക്കാനുള്ളത്. അദ്ദേഹത്തിന് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ട് സിറ്റിസണോ ഏതെങ്കിലും ഒരു പൊതു വ്യക്തിയോ പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെന്നാൽ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ പ്രവർത്തിക്കണം. ശരിയാണോ? ഇനി ഈ പറഞ്ഞ ചട്ടങ്ങളുടെ ഏതെങ്കിലും ലംഘനം സംഭവിച്ചാൽ എന്തെല്ലാം പെനാൽറ്റി ഈ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കാം? 1, ഫൈൻ ലഭിക്കാം. 2, പണി പഠിക്കാൻ വേണ്ടി വീണ്ടും ട്രെയിനിങ്ങിന് വിടാം. 3, വാർണിംഗ് കൊടുത്തു വിടാം. 4, ആ വ്യക്തിയുടെ പ്രൊമോഷൻ തടഞ്ഞു വെക്കാം. 5, ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന് കുറവ് വരുത്താം. 6, ആ ഉദ്യോഗസ്ഥന്റെ സീനിയോറിറ്റിയോ റാങ്കിലോ റിഡക്ഷൻ കൊണ്ടുവരാം, അതായത് റാങ്ക് താഴ്ത്താം. അതല്ല എങ്കിൽ കമ്പൽസറി ആയിട്ട് റിട്ടയർമെന്റ് എഴുതി വാങ്ങാം. അതും അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്ത ചുമതലകളിൽ നിന്നും റിമൂവ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. ഇതുപോലെ പല രീതിയിലുള്ള പെനാൽറ്റികൾ ലഭിക്കുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടെന്നേ. ഈ ഒരു വീഡിയോ ആർക്കും താക്കീതല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തല. ഏതെങ്കിലും സാധാരണ വ്യക്തികൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തനിക്ക് ഈ പറഞ്ഞ അവകാശങ്ങൾ ഉണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ സാധാരണക്കാരനോടും ബോധപൂർവം മറന്നു എന്ന് ഭാവിക്കുന്നതായ പോലീസ് ഉദ്യോഗസ്ഥർക്കുമുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു നിയമമുണ്ട്, ആ നിയമപ്രകാരം പ്രവർത്തിക്കണ്ടേ? ഇനി അതുപോലെ ഈ കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ 3 മാസം വരെ തടവോ പിഴയോ തടവോടുകൂടിയ പിഴയോ ലഭിക്കാനുള്ള കുറ്റകൃത്യവും കൂടിയായി പോലീസുകാർ ചെയ്യുന്നത്. നോക്കൂ, എല്ലാ പോലീസുകാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഈ കടന്നു ചെല്ലുന്ന അഭിഭാഷകരെയോ പൊതു വ്യക്തികളോ നന്മ മരമാണെന്നും ഞാൻ അവകാശപ്പെടുന്നുമില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കടന്നു വരുന്ന വ്യക്തിയോട് മര്യാദയ്ക്ക് വേണം സംസാരിക്കാനെന്ന് നിയമപുസ്തകം പറയുന്നുണ്ട്. ആ മര്യാദയൊന്ന് കൊടുക്കുന്നേ. ആരും പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രകോപിതമായി സംസാരിക്കുമെന്നൊന്നും തോന്നുന്നില്ല. പുലിമടയിൽ കയറി ഏതെങ്കിലും ചിതല് ചെന്ന് മാന്തോ? ഇല്ല.
അപ്പോ അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്നത്, നിങ്ങൾ ഓരോ സാധാരണക്കാരനെയും പ്രതീക്ഷയാണ്. അവന്റെ ജീവിതത്തിൽ അവനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നിങ്ങളോട് വന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം കിട്ടുമെന്നുള്ളത്. ചിലപ്പോൾ കോടതി വരെ പോകാനായിട്ട് ഒരു പൊതുജനം ചിലപ്പോൾ നിസ്സംഗത പാലിക്കും. എന്നാൽ നിങ്ങൾ പോലീസുകാരുടെ മുമ്പ് എത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിവുള്ളതായ കാര്യങ്ങൾ സമാധാനമായി ചെയ്തു കൊടുക്കാമെങ്കിൽ. നോക്കൂ, ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു പിഞ്ചു കുട്ടിയെ പീഡിപ്പിച്ചു വന്ന പ്രതിയോട് നിങ്ങൾ അനുകമ്പ, സഹാനുഭൂതി, മര്യാദ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നേ. ഒരു സാധാരണക്കാരൻ അവൻ തനിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോൾ ഈ മര്യാദകൾ അവർക്ക് ലഭിക്കണം. ബൈ.